ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു കിഡിലൻ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഓവൻ യൂസ് ചെയ്തിട്ടില്ല, ബീറ്റർ യൂസ് ചെയ്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ ഇല്ല, മൈദയില്ല, ഷുഗർ ഇല്ല. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി ഉള്ളൊരു കേക്കാണിത്. ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഒരു 15 മിനിറ്റ് മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ചത് നമ്മുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത ഫ്രണ്ട്സ് നമുക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാം വഴി അയക്കുക. ഇൻസ്റ്റാഗ്രാം ഐ ഡിയും യമ്മി മലബാർ തന്നെയാണ്. അല്ലെങ്കിൽ മെയിൽ വഴി അയക്കാം. എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം, അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും കൊടുക്കാം. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ ഈ കിഡിലൻ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്ന പാനാണിത്. ഇതിൽ തന്നെയാണ് നമ്മൾ എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ വേറൊരു ബൗളിലെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ബാറ്റർ ചെയ്തെടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഒന്നും യൂസ് ചെയ്യരുത്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞ് ശർക്കര വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ ശർക്കര നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു പക്ഷേ പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പാർട്ടിക്കിൾസുള്ള ശർക്കരയൊന്നും ഇതിലിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇത് അലിഞ്ഞ് കിട്ടില്ല. അതിന് പകരം നിങ്ങൾ പഞ്ചസാര എടുത്ത് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. മുട്ടയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. മുട്ടയും ശർക്കരയും ഓയിലും നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഗോതമ്പ് പൊടിക്ക് പകരം നമ്മൾ സാധാ കേക്ക് ചെയ്തെടുക്കുന്ന പോലെ മൈദ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് അളവുകൾ ഓർത്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി, 1/4 കപ്പ് അളവിൽ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ ശർക്കര പൊടിച്ചത്, പിന്നെ അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ഓയിൽ എന്ന് പറഞ്ഞാൽ 1/4 കപ്പ് അളവിൽ ഓയിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ഡാർക്ക് കൊക്കോ പൗഡറാണ്. അല്ലാന്നുണ്ടെങ്കിൽ സാധാ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ 1/2 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തെടുക്കാം. ചിലപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ 1/2 കപ്പ് തന്നെ മതിയാവും ഇതിലേക്ക്, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരമാണ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് നമ്മുടെ പാനൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ല് ഒരു മീഡിയത്തിനേക്കാളും ഒരല്പം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് അടിവശത്ത് പിടിക്കില്ലേ, നമ്മൾ ഇതെല്ലാം ഇതിലിട്ടിട്ടല്ലേ മിക്സ് ചെയ്തതെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ബാറ്റർ ചെയ്തെടുത്തത് വേറെ ഒരു ബൗളിൽ ചെയ്തെടുത്താലും മതി. സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് വലിപ്പത്തിലാണ് കേക്ക് വേണ്ടതെങ്കിൽ ഞാൻ എടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങളൊന്ന് ഡബിൾ ആക്കിയിട്ട് എടുത്താൽ ഒരു ഇത്തിരി കട്ടിയിലുള്ള കേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
കേക്കിൻ്റെ ചൂടെല്ലാം ഇപ്പം നല്ലതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അടിവശം ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി 1/2 കപ്പ് കൂടി ചേർക്കാം. അങ്ങനെ ടോട്ടൽ 1 കപ്പ് പാലാണ് നമ്മൾ ക്രീം ചെയ്തെടുക്കാനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദയും യൂസ് ചെയ്യാം, ആട്ടയും യൂസ് ചെയ്യാം. കോൺഫ്ലോർ ഇല്ലാത്തവരാണെങ്കിൽ, കോൺഫ്ലോർ ഉള്ളവരാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി 1/2 കപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ ലോങ് ലൈഫ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് മിൽക്ക് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടിയത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് ഡയറി മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഇനി നമുക്ക് ക്രീം റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ ഒരല്പം കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറും ചെറുതായിട്ടൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഞാൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്ക് വളരെ കുറഞ്ഞ തീയിലൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയല്ല ചേർത്തത് ക്രീമിലേക്ക്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര പൊടിച്ചത് ചേർത്താലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പരുവായിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചെയ്തെടുത്ത ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ പാലില്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ നിങ്ങൾ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് വെറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇത് ട്രസ്ലെച്ചസ് കേക്കൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പെല്ലാം നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ച ക്രീം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ ചൂട് ഇപ്പോഴും ഉണ്ട്. കൂടുതലായിട്ട് ചൂട് മാറാനായിട്ട് നിന്നാൽ ഇതാകെ കട്ടിയായിട്ട് പോകും. എന്നിട്ട് നമുക്ക് ഈവൻ ആയിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്രീമും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് ഇത് കഴിക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനും ഒരു പ്രത്യേക രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്